എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മൾ ഇന്നത്തെ റീഡിങ് നമുക്ക് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ റീസെൻ്റ്ലി എവിടെയെങ്കിലും വെച്ച് കാണുകയോ സംസാരിക്കുകയോ ഈവൺ വീഡിയോ കോൾ ആവട്ടെ, എന്തെങ്കിലും സന്ദർഭവശാൽ നിങ്ങൾ തമ്മിൽ കണ്ട് സംസാരിക്കാനൊക്കെ ഇടയാവുകയായിരുന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ആ സമയത്ത് എന്തായിരുന്നു, നിങ്ങളെ കണ്ടപ്പോഴുള്ള അവരുടെ ചിന്ത എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കിയാലോ. ആ ഫീലിങ്സ് എന്തായിരുന്നു, എന്തെങ്കിലുമൊക്കെ തോന്നുകയോ ഫീൽ ചെയ്യുകയോ എല്ലാം ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സ്ഥിതി, റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ, അങ്ങനെ എക്സെട്ര കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം ന്യൂട്രലായി നിന്ന് മാത്രം റീഡിങ് കാണുക. ഓക്കെ, ഓവറായിട്ട് സ്ട്രെസ് ആവുകയൊന്നും ചെയ്യരുത് കേട്ടോ. റീഡിങ്ങിലേക്ക് പോകാം. അതുപോലെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റീഡിങ് കണ്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെ അടുത്ത സമയത്ത് കാണുകയോ സംസാരിക്കുകയോ ഈവൻ വീഡിയോ കോളിലായാലും കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ആ സമയത്ത് അവരുടെ മനസ്സിൽ കൂടി പോയ ചിന്തകൾ, ഫീലിങ്സ് ഒക്കെ എന്താണ് എന്ന് പറയുന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവർ ഈ അടുത്ത സമയത്ത് വീഡിയോ കോളിലോ നേരിട്ടോ കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ അവരുടെ മനസ്സിൽ കൂടി ആ സമയം കടന്നുപോയ ചിന്തകൾ, വികാരങ്ങൾ, ഫീലിങ്സ് ഒക്കെ എന്താണെന്ന് പറഞ്ഞത്. എടുക്കട്ടെ. 2 of Cups, 4 of Wands, Hierophant, ശരി. 5 of Wands, ഓക്കെ. Knight of Wands, Ace of Swords, കാർഡ് എന്താണെന്ന് ഒന്നുകൂടെ നോക്കാം. മൂൺ, ഓക്കെ. 10 of Cups, 6 of Wands, Empress, അത് എന്തായാലും കാണുമല്ലോ. 4 of Pentacles, Knight of Swords, bottom of the deck, Lovers. ഓക്കെ, നിങ്ങൾ തന്നെ പറയൂ, എന്തായിരുന്നു അവരുടെ മനസ്സിൽ കൂടി കടന്നുപോയ കാര്യങ്ങൾ. 5 of Wands ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ക്ലാരിഫൈ 5 of Wands, ക്ലാരിഫൈ 5 of Wands. Hanged Man, okay. Clarify the Moon, clarify the Moon, clarify the Moon. 3 of Pentacles. ഓക്കെ, നിങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ വീഡിയോയിൽ കണ്ടപ്പോൾ എന്തായാലും അവരുടെ മനസ്സിൽ ഏറ്റവും തീവ്രമായ ആഗ്രഹം നിങ്ങളെ ഉടനെ അവർക്ക് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണം എന്നാണ്. ഓടി നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നാണ്. ദൂരെയാണ് അല്ല വീഡിയോയിലൊക്കെയാണ് നിങ്ങൾ കണ്ടതെങ്കിൽ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നാണ് അവർ ചിന്തിച്ചത്. അല്ല, നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങളുടെ കൈ ഒന്ന് ചേർത്ത് പിടിക്കണം എന്നാണ് അവർ. കൈ പിടിക്കണം, അടുത്തേക്ക് ചേർത്ത് നിർത്തണം എന്നൊരു ഫീലിംഗ് ആണ് അവർക്ക് മേജറായിട്ടുണ്ടായത് കേട്ടോ. എത്രയും വേഗം നിങ്ങളെ വിവാഹം ചെയ്ത് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്നും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് എത്രയും വേഗം തരണം, ഒരു ഫേം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നിങ്ങളുടെ പേഴ്സൺ മേജറായിട്ടൊരു തടസ്സം ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഇടയിൽ മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ പല ഡിഫറൻസസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതെല്ലാം അവർക്കൊരു തടസ്സമായിട്ട് ഫീൽ ചെയ്യുന്നു. അവിടെ അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് മാത്രമല്ല, ഇവരെ 4 പേർക്ക് അറിയാം സൊസൈറ്റിയിൽ. ഒരു പ്രബലമായ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന വ്യക്തികളായിരിക്കാം, ഒരു ടീച്ചറായിരിക്കാം, ഉപദേശങ്ങൾ കൊടുക്കുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, അപ്പോൾ അതെല്ലാം അവർക്കൊരു തടസ്സമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ വകവയ്ക്കാതെ
നിങ്ങൾക്കായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ ആയിരുന്നു അവരുടെ മനസ്സിൽ. നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം ഓടി എത്തണം, ഒരു ക്വിക്ക് ആക്ഷൻ നിങ്ങൾക്കായിട്ട് എടുക്കണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അവർക്ക് മനസ്സിൽ ഒരു ക്ലാരിറ്റി കുറവ് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഇവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണ്, എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ അവർക്കൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നെങ്കിൽ ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടി എന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങളെ കാണുന്തോറും അവർക്ക് തോന്നില്ല, ഇല്ല ഇവരെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല, ഇവരെൻ്റെ ആണ് എന്നൊരു ഒരു ഒരു തീരുമാനം എടുക്കുന്ന ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലേക്ക് അവരെത്തി എന്നാണ് കാണുന്നത്. എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണം എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടായത് കൂടുതലായിട്ടും കേട്ടോ. അതേപോലെ വല്ലാതെ എന്താ പറയുക, സങ്കടവും തോന്നുന്നുണ്ടായിരുന്നു, ഒരു മിസ്സിങ് എനർജി അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു പക്ഷേ എനിക്ക് കൂടുതലായിട്ടും ഇപ്പോൾ ഇവിടെ കണക്റ്റ് ആവുന്നത് നിങ്ങൾ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ മനസ്സിൽ വിചാരിച്ചത് അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടല്ലോ, അതൊരു പ്രശ്നമാവുമോ, നിങ്ങൾ അവരെ വിട്ട് ആ തേർഡ് പാർട്ടിക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുമോ, എത്രയായാലും കുടുംബമല്ലേ, അപ്പോൾ അവിടേക്ക് ഒരു എന്താ പറയുക അഫിനിറ്റി കൂടുമോ എന്നുള്ള രീതിയിൽ അവർ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു കേട്ടോ. ഇവരെ എനിക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല, വേറെ ആരുമായിട്ട് ഷെയർ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ വല്ലാതെ ഇൻസെക്യൂരിറ്റി, ജലസി അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് ചായ്വ് വരുമോ എന്നുള്ള സ്ഥിതി അവിടെ ഒരു പക്ഷേ തേർഡ് പാർട്ടി എന്ന് പറയുന്ന പാരൻസും ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ പാരൻസ് പറയുന്നത് കേട്ട് ഇവരെ ഉപേക്ഷിക്കുമോ അങ്ങനെ ഒരു ചിന്ത, അല്ല സ്പൗസ് കുട്ടികളാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമോ അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു പൊസസീവ്നെസ്, ഇൻസെക്യൂരിറ്റി നിങ്ങൾക്കായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ആ സമയം തന്നെ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുമുണ്ട്. എന്നുവെച്ചാൽ ഇവർക്ക് അങ്ങനെയൊന്നും തോന്നിപ്പിക്കല്ലേ, എൻ്റെ കൂടെ തന്നെ നിൽക്കാൻ തോന്നിപ്പിക്കണേ എന്നുള്ള രീതിയിൽ എനിക്ക് ഇവരെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, ഇവരെൻ്റെ കൂടെ തന്നെ നിൽക്കണേ എന്നുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്നതായിട്ടും കണ്ടു. ഓക്കെ, നിങ്ങളുടെ രൂപം കാണുമ്പോൾ തന്നെ അവരിങ്ങനെ എല്ലാം മറന്നു പോകുന്നൊരു സിറ്റുവേഷനാണ്. അവർക്ക് നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി. ഓക്കെ, നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഒന്നും അവർക്ക് ജീവിതത്തിൽ പോസിബിൾ അല്ല. നിങ്ങളെപ്പോലെ ഒരാളെ അവർ കണ്ടിട്ടില്ല. നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ കെയർ, നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, അതിലൊക്കെ അവരങ്ങ് മതിമറന്നു പോകുന്ന അവസ്ഥയാണ്. അവർക്ക് ലൈഫിൽ അങ്ങനെയൊന്നും അവരുടെ അടുത്ത് ആരും പെരുമാറിയിട്ടില്ല, അവരെ പറ്റി അങ്ങനെ അന്വേഷിച്ചിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് അതൊക്കെ കിട്ടുമ്പോൾ അവർക്ക് നിങ്ങളാണ് ഈ ലോകത്തിലേക്കും വെച്ച് എന്താ പറയുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി. ഓക്കെ, ഒരമ്മയെ പോലെ കെയർ ചെയ്യുന്ന, അത്രയും സ്നേഹം കൊടുക്കുന്ന അമ്മ എന്നുള്ള ലെവലിലല്ല അവർ കാണുന്നത്. ഞാൻ പറഞ്ഞത് ഒരു അമ്മയുടെ സ്നേഹത്തിന് നിൽക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ സ്നേഹം എന്നാണ് അവർക്ക് തോന്നാറുള്ളത്. അത്രയും കെയറോടെയാണ് നിങ്ങൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാറുള്ളതും ഒക്കെ. അപ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷവും അങ്ങനെ മനസ്സ് വിങ്ങുന്നൊരു ഫീലിംഗ് വരില്ലേ, അങ്ങനെയൊക്കെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെ പ്രതി പൊസസീവ്നെസ് വളരെയധികം, ഞാൻ പറഞ്ഞില്ലേ അവിടെ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവരെ വിട്ടു പോകാൻ തീരുമാനിക്കുമോ എന്നുള്ള ഭയം, ആ പൊസസീവ്നെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന് പറയാനുള്ള ടെൻഡൻസി അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്കായിട്ട് ഇനി ഒരു ക്വിക്ക് ആക്ഷൻ എടുക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇനി ഡിലേ ആക്കിയാൽ പറ്റില്ല, രണ്ടാലൊന്ന് തീരുമാനിക്കണം എന്നുള്ള ഒരു ചിന്ത വളരെ പ്രബലമായിട്ട് തന്നെ അവരുടെ മനസ്സിൽ കൂടി പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് സ്നേഹം, വല്ലാത്തൊരു അട്രാക്ഷൻ എല്ലാം അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുമായിട്ടൊരു ഇൻറ്റിമസി അവർ ആഗ്രഹിച്ചിരുന്നു എന്നർത്ഥം. ഒന്ന് ഹഗ് ചെയ്യാനോ, ഒന്ന് വേറെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ ഐ ഡോണ്ട് വോണ്ട് ടു സേ ഇറ്റ്. ഇപ്പം അറിയാമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ എന്തായിരിക്കും പെരുമാറുക എന്നുള്ളത്. ഫിസിക്കലി ഒന്ന് ടച്ച് ചെയ്യാൻ അവർ ആഗ്രഹിച്ചിരുന്നു ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, നിങ്ങളെന്ന് ടച്ച് ചെയ്ത് ഒന്ന് സ്നേഹിക്കാൻ അവർ ആഗ്രഹിച്ചു എന്നും കാണുന്നു. ഓക്കെ, ഒരു പരിധിയിൽ കൂടുതൽ പറയാനൊരു മടിയുണ്ട്. ഓക്കെ, കുറച്ച് കാർഡ്സ് കിട്ടും. ടെമ്പറൻസ്, അവർക്ക് തോന്നിയത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്തൊരു സമാധാനമാണ്,
എന്തൊരു സന്തോഷമാണ് തോന്നുന്നത് എന്ന് അവർ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. ഇങ്ങനെ സംസാരിച്ചിരിക്കാം, നിങ്ങളുടെ സംഭാഷണങ്ങൾ കേൾക്കാനും വല്ലാത്തൊരു നിങ്ങളെ സമാധാനിപ്പിക്കുന്ന, നിങ്ങളെ സ്നേഹത്തോടെ സംസാരിക്കുന്നതൊക്കെ എത്രമാത്രം സമാധാനം തരുന്നു എന്ന് അവർ ചിന്തിച്ചിരുന്നു കേട്ടോ. ദൂരദേശത്താണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ, നിങ്ങൾ വീഡിയോയിലൊക്കെയാണ് കണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരണം എന്നുള്ളൊരു പ്ലാനിങ് അവർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഉടനെ ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നുള്ളൊരു രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുമായിട്ട് തനിയെ ഒരല്പസമയം എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യണം. ഒരു നേച്ചറുമായിട്ട് അടുത്ത് നിൽക്കുന്ന എവിടെയെങ്കിലും കുറച്ച് നേരം നിങ്ങളെ കണ്ട് സംസാരിക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. കൂടുതലായിട്ട് കായൽ, പുഴ, കടൽ അങ്ങനെയൊക്കെ വാട്ടർ ബോഡീസിൻ്റെ അടുത്ത് ഇരുന്ന് കുറച്ച് നേരം, അങ്ങനെയായിരുന്നു അവരുടെ സങ്കല്പം. ലൈക്ക് നിങ്ങൾ മാത്രമായിട്ടുള്ളൊരു സ്ഥലത്ത് കുറച്ച് നേരം നിങ്ങളുമായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, ഈ റിലേഷൻഷിപ്പ് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് എഫേർട്ട് ഇട്ടാലും തെറ്റില്ല എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങളെ കൈവിട്ട് കളയാൻ അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കേണ്ടത്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സമാധാനം, സന്തോഷം എല്ലാം തരേണ്ടത് അവരുടെ ചുമതലയാണ് എന്ന് തന്നെ അവർ കരുതുന്നു കേട്ടോ. ക്വീൻ ഓഫ് വാൻസ്, കിങ് ഓഫ് വാൻസും ക്വീൻ ഓഫ് വാൻസും എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ പരസ്പരം ഓൾറെഡി പാർട്ട്നേഴ്സിൻ്റെ ലെവലിലാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ അവരുടെ ഭാര്യയാണ്, അവരുടെ ഭർത്താവാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അതായത് പരസ്പരം റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് പരസ്പരം സംരക്ഷിച്ച് സന്തോഷിപ്പിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് നിങ്ങൾ. ഒരുമിച്ചൊരു കുടുംബം ആകേണ്ടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നും അവർ കരുതുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് പൊതുവേ ലൈഫിൽ അവർ ഹാപ്പിയാണ്. അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല. അവരവരുടെ ജീവിതം നല്ലതായിട്ട് തന്നെ ജീവിച്ച് പോകുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ സന്തോഷങ്ങൾ വന്നാലും നിങ്ങൾ എപ്പോഴും കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്ന് തന്നെയാണ് അവർ ചിന്തിച്ചത്. ഓക്കെ, നിങ്ങളുമായിട്ട് എന്നും കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കണം എന്ന് തന്നെയാണ് അവർ ഇന്ന് ഇപ്പോൾ കണ്ട് സംസാരിച്ചു. നീ ഉടനെ അടുത്ത എപ്പോഴാണ് സംസാരിക്കാൻ പറ്റുക എന്നുള്ള ചിന്തയുണ്ടല്ലോ. എന്നും കാണണം, സംസാരിക്കണം, നിങ്ങളുടെ അപ്ഡേറ്റ്സ് എല്ലാം എടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സംസാരിച്ചു പോയി, ഇനിയിപ്പോൾ എപ്പോഴാണ് ഒന്ന് കാണാൻ പറ്റുക, എപ്പോഴാണ് സംസാരിക്കാൻ പറ്റുക എന്നൊക്കെ നമുക്ക് തോന്നിയില്ലേ. ലാസ്റ്റ് കാർഡും കമ്മ്യൂണിക്കേഷൻ്റെ തന്നെയാണ്. എന്നും സംസാരിക്കണം. ഫോണ് വെച്ചു അല്ലെങ്കിൽ കോള് കട്ട് ചെയ്ത ഉടനെ ഇനി ഒന്നുകൂടെ സംസാരിക്കാൻ പറ്റുമോ എന്ന് തോന്നിയില്ലേ. കുറച്ച് നേരം കൂടി സംസാരിക്കായിരുന്നു അങ്ങനെ തോന്നിയില്ലേ. കണ്ടു മതിയായില്ല, കുറച്ച് നേരം കൂടി സംസാരിക്കായിരുന്നു എന്നൊക്കെ തോന്നുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അങ്ങനെയും അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സംസാരിച്ച് മതിയായിട്ടുണ്ടായിരുന്നില്ല എന്നും കാണുന്നു. ഓക്കെ, മതിയോ? ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ അതിമനോഹരമായ ചിന്തകൾ നിങ്ങളെ കണ്ട സമയത്ത്. ഓക്കെ, എത്രത്തോളം റെസനേറ്റ് ആയെന്ന് പറയൂ കേട്ടോ. ക്ലെയിം ചെയ്തോളൂ. ബ്യൂട്ടിഫുൾ എനർജിയാണ്. 222 ഐ ക്ലെയിം ദിസ് എനർജി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ട് എനർജി ക്ലെയിം ചെയ്തോളൂ കേട്ടോ. എൻ്റെ ബ്ലെസ്സിങ്സ് ലൈഫിൽ ഉണ്ടാവട്ടെ. ഓക്കെ, വേറൊന്നുമില്ല. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. എല്ലാവരും സമാധാനമായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.